പറന്റെ ഹെയറൊക്കെ ഒന്ന് കാണട്ടെ. വാ കണ്ടോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. പാറുക്കുട്ടിയുടെ ഒരിക്കലും നമ്മളിങ്ങനെ മറക്കാത്തൊരു ദിവസം ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വഴിയെ എല്ലാ വിശേഷങ്ങളും കാണാം. വായോ. പാറുൻ്റെ ഹെയറൊക്കെ ഒന്ന് കാണട്ടെ. വാ കണ്ടോ, ഇഷ്ടപ്പെട്ടോ പാറു? പാറുവിൻ്റെ ഡാൻസ് അല്ലേ ഇന്ന്? പാറു ഡാൻസ് കളിക്കാൻ പോവാന്ന് പറ എല്ലാരോടും. ഡാൻസ് ചെയ്യാൻ പോവാന്ന് പറ. പാറുവിന്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നത് അല്ലേ പാറുമ്മ? പാറുവിന്റെ ഡ്രസ് ഒന്ന് കാണട്ടെ. വാവ്, എന്ത് ഭംഗിയാ കാണാൻ. ഒരു ഫോട്ടോ എടുക്ക. കുറച്ചുകൂടി പോണം. പാറു എന്താ പാറു ഒരു സന്തോഷമില്ലാത്ത? പാറുവിന്റെ നെയിൽ പോളിഷൊക്കെ എവിടെ ഒന്ന് കാണിച്ചേ. വാ, എന്ത് കളറാ പാറു ഇത്? ഓറഞ്ചോ? എന്ത് കളറാ? അതൊന്നും കൂടെ നോക്കിയേ. അവിടെ എന്താണ് സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിരുന്നത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ്. വീഡിയോ ഫോട്ടോസ് ഒന്നും അലോഡല്ല. അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാ പറയണേ. അറിയില്ല എങ്ങനെയാന്നുള്ളത്, എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും. എന്തായാലും ആ ജസ്റ്റ് ഇറങ്ങുന്നത് അത്ര എടുക്കാം. പിന്നെ അവര് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അല്ലേ പാറുമ്മ? ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സാട്ടോ. നല്ല കോട്ടൺ ഡ്രസ്സാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ. സ്ട്രൈറ്റ് ഒരു പേർപ്പിൾ കളർ, നിറയെ ഫ്ലോറൽ ഡിസൈനൊക്കെ ഒരു കുർത്തി സെറ്റാ. പേർപ്പിൾ കളറിലെ ബോട്ടം കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ പാറുവിൻ്റെ ആനുവൽ ഡേ നടക്കുന്ന വെന്യൂവിലെത്തിയിട്ടോ. വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ 8:30-ക്കാണ് എത്താൻ പറഞ്ഞത്. അപ്പോൾ 8:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അകത്ത് എങ്ങനെയൊക്കെയാണ്, എല്ലാവരും വന്നിട്ടുണ്ടോ എന്നൊക്കെ കയറിയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതാ പാറുവിൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ചുമ്മാ ഒരു ഫോട്ടോ എടുക്കലും അങ്ങനെ വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു. അവൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. ഒരു പാരറ്റിനെ പോലെയാണ് പിള്ളേർ ഈ ഡ്രസ്സ് ഇട്ട പിള്ളേരെയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലാണ് കിട്ടിയിരുന്നത്. ആ ഒരു തീമിലാണ് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഷൈച്ചേൻ്റെ കൂടെ ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നിട്ട് എടുക്കുവാണ്. അപ്പോൾ ഷൈച്ചേട്ടന് ഒട്ടും ക്ഷമയില്ല കേട്ടോ. വാ പോവാന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിർത്തി ഞങ്ങളിതാ അകത്തേക്ക് കിടക്കുവാണ്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിറയെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്താൽ കാണാമല്ലോ. അങ്ങനെ ഞങ്ങളിതാ അകത്തേക്ക് കയറുവാണ്. അപ്പോൾ ഇവിടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ അവർ അത്യാവശ്യം കഴിഞ്ഞു. പിന്നെ ഫൈനൽ ടച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരു സെൽഫി കോർണറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കതിനൊക്കെ സമയം കിട്ടുമോയെന്നറിയില്ല. ഈ ഡാൻസിന് ഇങ്ങനെ ഇരിക്കുന്ന കാരണേ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അകത്തേക്ക് കയറുമ്പോൾ അതാ ഇതുപോലെ നല്ല ഒരു എൻട്രൻസ് ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിറയെ എല്ലാവരും വന്ന് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ടൊരു അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന പോലെ ഇവിടെ ഒന്ന് ജസ്റ്റ് നമ്മുടെ പേര് കൊടുക്കുക, പേര് പറയുക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇവർക്ക് ഈ കുട്ടികൾക്കുള്ളൊരു ചെറിയ സ്നാക്ക് ബോക്സും ഒരു വാട്ടർ ബോട്ടിലും ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നു എന്നുള്ളൊരു അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരങ്ങനെ സൈൻ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ക്യൂവിൽ നിൽക്കുവാണ്.
അപ്പോൾ പാറുവിന് ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവളുടെ ഉറക്കം ശരിക്കും മാറിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് ഇത്രയും നേരത്തെ ഒന്നും എഴുന്നേറ്റ് റെഡിയായി പോരലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എല്ലാവരും നല്ല ഓടി നടന്ന് പടപടാന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ സെക്ഷനായിട്ട് ഓരോ രജിസ്ട്രേഷൻ്റെ ഒരു സെക്ഷൻ, പിന്നെ ഇവരെ ഒരു ഗ്രൂമിങ്ങിൻ്റെ ഒരു സെക്ഷൻ, അങ്ങനെ ഒരു 2-3 സെക്ഷനായിട്ടാണ് ഇവർ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെൽ അറേഞ്ച്ഡ് ആണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. അങ്ങനെ പാറുവിനുള്ള സ്നാക്ക് ബോക്സൊക്കെ കിട്ടി. അകത്തേക്ക് ഞങ്ങൾ കയറുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എവിടെ ഇരിക്കണം എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വേഗം അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നിട്ട് പാറു ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാം കേട്ടോ ഞങ്ങൾ. അപ്പോൾ റെഡി ആയിട്ട് വന്നേക്കുന്ന കുരുന്നുകളൊക്കെ ചുറ്റുമുണ്ട്. ശരിക്കും എനിക്ക് ഇതുങ്ങളെയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഈ ഭയങ്കര ക്യൂട്ട്നെസ് ആണല്ലോ, ക്യൂട്ട്നെസ് ഓവർലോഡഡ് എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരെയും കാണുമ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ. അപ്പോൾ പാറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഈ കാണുന്നത്, ദക്ഷ എന്ന പേര്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിരുന്നൊന്നുമല്ല, ഇരുന്നിട്ട് ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ദക്ഷ തലപൊക്കി വന്നു. അങ്ങനെ പാറു ഭയങ്കര എക്സൈറ്റഡായി. അവൾക്ക് ദക്ഷേനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ദക്ഷ എന്ന് എപ്പോഴും പറയും. ദക്ഷേനെ ഞങ്ങളും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആദ്യം ഇത് ദക്ഷയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പാറു ദക്ഷ എന്ന് വിളിച്ചപ്പോഴാണ് എനിക്ക് ഇതാണ് ദക്ഷ എന്നുള്ളത് പിടികിട്ടിയത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയായിരുന്നു. പിന്നെ എനിക്ക് പാറുവിനെ കിട്ടിയിട്ടേ ഇല്ല. ഡാൻസിന് അവർ അങ്ങോട്ട് പോകുന്നത് വരെ ദക്ഷയുടെ കൂടെ കളി, ദക്ഷയുടെ കൂടെ പോയി ഇരിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ പാറുവിനെ ഇപ്പോൾ ഡാൻസിന് വേണ്ടിയിട്ട് അങ്ങ് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരുടെ ഡാൻസ് ഇനി അധികം വൈകാതെ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഡാൻസിനെ എല്ലാവരെയും കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ദക്ഷയും ഞങ്ങളും ഒക്കെ ആയിട്ട് പോയി പാറുവിനെ ആക്കിയിട്ട് വരുക കേട്ടോ. അത് കഴിഞ്ഞ് പാറുവിൻ്റെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇതിൽ സ്റ്റേജിൽ റൈറ്റ് സൈഡിൽ സെക്കൻഡാണ് പാറു നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഡാൻസ് फोटो ले लो। वाले तो खड़ी हैं, हाँ बैठ जाना चेयर डालो, करो रे डांस। तो नाचते हैं। ശരിക്കും നമുക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയാണ് കേട്ടോ. പിള്ളേരിങ്ങനെ സ്റ്റേജിൽ കയറി അവർ നല്ല ഹാപ്പി ആയിട്ട് നിന്ന് ഡാൻസ് ചെയ്യുന്നതും അവർ പെർഫോം ചെയ്യുന്നതൊക്കെ കാണുമ്പം പാരൻസിൻ്റെ മനസ്സിലിങ്ങനെ കുളിര് കോരിയിട്ട ഒരു പ്രതീതിയാണ്. ഇപ്പോൾ പറയുമ്പോൾ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്കും. എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പാറു ആദ്യമായിട്ടല്ലേ സ്റ്റേജിൽ കയറണേ, എങ്ങനെയായിരിക്കും അവൾ റിയാക്ട് ചെയ്യുക, കരയോ എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവർ സ്കൂളിൽ നിന്ന് നന്നായിട്ട് അവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ. പിന്നെ വീട്ടിൽ വന്നിട്ടും കുറച്ചൊക്കെ ആൾക്ക് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ എനിക്ക് ഫേസിൽ കണ്ടപ്പം എനിക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാറു നന്നായിട്ട് പെർഫോം ചെയ്തു, മിടുക്കിയായിട്ട് കളിച്ചു. അങ്ങനെ പാറും സന്തോഷത്തോടു കൂടിയ തന്നെയാണ് കളിയൊക്കെ കഴിഞ്ഞ് വന്നത് കേട്ടോ. അവളുടെ ഫ്രണ്ടിനെയും കൂടെ കണ്ട് ആദ്യം നിന്നതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. രണ്ടുപേരും പോയി നന്നായിട്ട് കളിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെയും ഭയങ്കര കളിയായിരുന്നു രണ്ടുപേരും കൂടെ. അപ്പോൾ നമ്മൾ അടുത്തടുത്തിരുന്നുകൊണ്ട് നമുക്കങ്ങനെ ഒരു അങ്ങോട്ട് ഓടി ദൂരേക്ക് പാറു ഓടിപ്പോയൊന്നുമില്ല. അവിടെ തന്നെ ഇരുന്നായിരുന്നു രണ്ടുപേരും കൂടെ കളി. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടൊരു ദിവസമായിരുന്നു. എല്ലാ പാരൻസും ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിള്ളേരുടെ ഡാൻസ് കഴിഞ്ഞ ആൾക്കാർ അതിൻ്റെ ആശ്വാസത്തിലും പിന്നെ നടക്കാൻ പോകുന്നവർ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പാറു ഓടി നടക്കുവാണല്ലോ കളിച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇങ്ങനെ എടുത്ത് കുറച്ച് പേര് ഇരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ദിവസം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം കേട്ടോ. ഒരുപാട് പേർക്ക് ഈ മൊമെൻറ്റ്സ് ഒക്കെ ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ
ഹാപ്പിയസ്റ്റ് ഡേ അങ്ങനെ കഴിഞ്ഞു. അപ്പം കുറച്ച് പരിപാടികളും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ഫിനിഷ് ചെയ്ത് കണ്ട് തീർത്തിട്ടാണ് കേട്ടോ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. ടീച്ചേഴ്സിൻ്റെ ഡാൻസാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് സ്റ്റേജുകളൊക്കെ ഈ കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും, നമ്മുടെ മോൾക്കും ഈ കളിച്ച എല്ലാ കൊച്ചുമക്കൾക്കും നന്നായിട്ട് പെർഫോം ചെയ്യാനും മിടുക്കികളായിട്ട് വളരാൻ പറ്റട്ടെ ഒരു പ്രതീക്ഷയോടുകൂടെ നമ്മുടെ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.